കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ആളുകൾ, കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്ന ആളുകൾക്ക് ഇപ്പോഴും അവിടെ ഉണ്ട്. കോഴിക്കോട് ജില്ലയിൽ എല്ലായിടത്തും ഉണ്ട്. കൊയിലാണ്ടിയിലുണ്ട്, പേരാമ്പ്രയിലും ഉണ്ട്, കോഴിക്കോട് സിറ്റിയിലും ഉണ്ട്. പക്ഷേ കുഴപ്പമെന്ന് വെച്ചാൽ ആ വോട്ടുകളൊന്നും പെട്ടിയിലെത്തിക്കാനുള്ളൊരു സംവിധാനവും കോൺഗ്രസിന് ഇല്ല. ഈ ഭരണവിരുദ്ധ വികാരവും പ്രതിപക്ഷ വിരുദ്ധ വികാരവും ഏത് അളവ് വരെ ബി ജെ പിക്ക് ഗുണകരമാകും, അത് പാലക്കാട് ജില്ലയിൽ എന്തുമാത്രം പ്രതിഫലിക്കും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല. പക്ഷേ അത് നമുക്ക് അവഗണിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഏത് തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ പാർട്ടികൾക്ക് മലപ്പുറം ജില്ലയിൽ മാർക്സിസ്റ്റുകാർ വോട്ട് ചെയ്തില്ലെങ്കിൽ പോലും കൃത്യമായിട്ട് വോട്ട് ചെയ്യുന്നൊരു വിഭാഗം മലപ്പുറത്തെ കോൺഗ്രസ്സുകാരാണ്. കാരണം കോൺഗ്രസ്സുകാർ അത്ര വലിയ ലീഗ് വിരോധികളാണ്. അഖില കേരള അടിസ്ഥാനത്തിൽ വോട്ടിൻ്റെ കണക്ക്, ചിഹ്നത്തിൽ പതിഞ്ഞ വോട്ടിൻ്റെ കണക്കെടുക്കുമ്പോൾ ഈ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെ തൊട്ട് പുറകിൽ ബി ജെ പി ഉണ്ടാവും. ബി ജെ പിയുടെ വോട്ട് ഷെയർ വർദ്ധിക്കും. നമ്മളിത് കണക്കോട്ട് കാണും. പിന്നെ അത് എത്ര സീറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. അതാണ് ശരിക്കുള്ള ചോദ്യം. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സാധ്യതകൾ പരിശോധിക്കുകയാണ് പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കറിനൊപ്പം. പോയ വാരത്തിൽ നമ്മൾ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളുടെ സാധ്യത പരിശോധിച്ചു. ഇനി അങ്ങോട്ട് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള വടക്കൻ ജില്ലകളിൽ ആർക്കാണ് മുൻതൂക്കം, എന്തൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പരിശോധിക്കാൻ നമുക്ക് നമ്മോടൊപ്പം തുടരുകയാണ് അഡ്വക്കേറ്റ് എ ജയശങ്കർ. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. ഈ വടക്കൻ ജില്ലകളിലേക്ക് വരുമ്പോൾ ആർക്കാണ് അവിടെ മുൻതൂക്കം എന്നുള്ളൊരു ചർച്ച ഇപ്പോൾ തന്നെ വളരെ നേരത്തെ തന്നെ സജീവമായിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷൻ LDF ആണ് ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്നത്. അങ്ങോട്ട് തൃശ്ശൂരിലാണെങ്കിൽ അവിടെ LDFന് മുൻതൂക്കമുണ്ട്. കണ്ണൂരിൽ ആണ് UDFന് മേൽക്കൈ ഉള്ള അല്ലെങ്കിൽ ഭരണമുള്ള ഒരേ ഒരു കോർപ്പറേഷനുള്ളത്. അങ്ങനെ ഇക്കുറിയും ഈ മേൽക്കൈ LDFന് നിലനിർത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് ഏവരും ചോദിക്കുന്നത്. നമുക്ക് എറണാകുളം കഴിഞ്ഞുള്ള ജില്ലകളുടെ സാധ്യതകൾ തൊട്ടങ്ങോട്ട് നോക്കാം. ഈ രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 7 ജില്ലകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 3ആയിട്ട് തിരിക്കാം എന്നെനിക്ക് തോന്നുന്നു. ഒന്ന് CPMന് വലിയ പ്രാമുഖ്യമുള്ള കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട് എന്നിങ്ങനെ 4 ജില്ലകൾ. ഓക്കെ. പിന്നെ UDFന് മേൽക്കൈയുള്ള മലപ്പുറം, വയനാട് എന്നീ ജില്ലകൾ. പിന്നെ തൃശ്ശൂർ ജില്ല, അവിടെ രണ്ടു കൂട്ടർക്ക് ഏറെക്കുറെ തുല്യ ശക്തിയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ കാസർഗോഡ് തൊട്ട് തുടങ്ങുകയാണെങ്കിൽ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചോളം പറഞ്ഞാൽ കാസർഗോഡിൻ്റെ വടക്കേറ്റം, അതായത് അത്യുത്തര കേരളം എന്ന് നമ്മൾ പരാമർശിക്കുന്ന ഒരു മേഖലയുണ്ട്. ഓക്കെ. അവിടെ കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞ സാധനം ഇല്ല. എന്നാൽ മുസ്ലിം ലീഗ് ശക്തമായിട്ടുണ്ട്. മഞ്ചേശ്വരം, കാസർഗോഡ് എന്ന് പറഞ്ഞ 2 താലൂക്കുകൾ. അവിടെ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗും BJP തമ്മിലാണ് ശരിക്കുള്ള മത്സരം. CPM അതിൻ്റെ നടുക്ക് മത്സരിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. CPMൻ്റെ ശക്തി കേന്ദ്രങ്ങൾ താരതമ്യേന കുറവാണ്. ഓക്കെ. ഈ മഞ്ചേശ്വരം ഭാഗത്തൊക്കെ BJP വളരെ സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ ലീഗും വളരെ സ്ട്രോങ് ആണ്. അവിടെ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി മിക്കവാറും ഇല്ല. CPM അല്പാൽപ്പം അല്ലെങ്കിൽ നാമമാത്രമായിട്ട് ഉണ്ട്. ഇനി കാസർഗോഡ് ജില്ലയുടെ തെക്കൻ ഭാഗങ്ങൾ, അതായത് കാഞ്ഞങ്ങാട് മുതൽക്ക് ഇങ്ങോട്ടുള്ള പ്രദേശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ CPM ആണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി. കോൺഗ്രസും ഉണ്ട്, BJPയും ഉണ്ട്, ലീഗും ആവശ്യത്തിനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അവ്യക്തമായ ചിത്രമാണ് അവിടെ ഉള്ളത്. പക്ഷേ പഞ്ചായത്തിന് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചോളം നോക്കിക്കഴിഞ്ഞാൽ, മുനിസിപ്പാലിറ്റികളെ സംബന്ധിച്ചോളം നോക്കിക്കഴിഞ്ഞാൽ ഈ മേഖലയിൽ സ്വാഭാവികമായിട്ടും LDFന് മേൽക്കൈ കിട്ടുകയും അതാ ഒരു ശക്തിയിൽ അവർ ജില്ലാ പഞ്ചായത്ത് പിടിക്കുകയും ചെയ്യാനാണ് സാധ്യത. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലും മറ്റുമൊക്കെ ലീഗ് തന്നെ ഭരണം നിലനിർത്തും. പക്ഷേ പൊതുവെ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു ജില്ലയാണ് കാസർഗോഡ്. ഓക്കെ. കണ്ണൂർ ജില്ലയിലേക്ക് വന്നാലും സംഗതി ഒട്ടും തന്നെ വ്യത്യാസമല്ല. അവിടെ മുസ്ലിം ലീഗിൻ്റെ ചില പോക്കറ്റുകളുണ്ട്. ഇപ്പോൾ കണ്ണൂർ മുനിസിപ്പാലിറ്റി, പഴയ കണ്ണൂർ മുനിസിപ്പാലിറ്റി, ഇപ്പോഴത്തെ കണ്ണൂർ കോർപ്പറേഷൻ. കണ്ണൂർ കോർപ്പറേഷനിലെ കോൺഗ്രസും ലീഗും ശക്തികളാണ്. അങ്ങനെയാണ് കഴിഞ്ഞ തവണ ഭരണം കിട്ടിയത്. അതെ. അത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അത്ര എളുപ്പത്തിൽ പിടിക്കാവുന്ന ഒരു സ്ഥലമല്ല, പക്ഷേ അസാധ്യമല്ല. മുനിസിപ്പാലിറ്റികളുടെ കാര്യത്തിലും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി. അവിടെ ലീഗിന് മേൽക്കൈയുള്ള പ്രദേശങ്ങളുണ്ട്, ലീഗിൻ്റെ പോക്കറ്റുകളുണ്ട്, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളുണ്ട്. അവിടെയൊക്കെ ലീഗ് ജയിക്കും. ഓക്കെ. കുടിയേറ്റ മേഖലകളുണ്ട്, പേരാവൂർ, ഇരിക്കൂർ എന്നൊക്കെ പറഞ്ഞ്. അതെ. ശ്രീകണ്ഠാപുരം, ഇരിട്ടി, ആ പ്രദേശങ്ങളിലാണ് കോൺഗ്രസ്സിന് ഫൈറ്റ് ചെയ്യാവുന്ന ഒരു സാഹചര്യം ഉള്ളത്. അവിടെ അവർക്ക് ജയിക്കാവുന്നുള്ളൂ. അതേപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലേക്ക് വന്നാൽ സ്ഥിതി കുറച്ചുകൂടി വ്യക്തമാണ്. കണ്ണൂർ ജില്ലയെക്കാളും മാർക്സിസ്റ്റുകാർക്ക് പ്രാമുഖ്യമുള്ള സ്ഥലമാണ് കോഴിക്കോട് ജില്ല. കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ ഈ കുടിയേറ്റ മേഖലകളിലാണ് കോൺഗ്രസ് കുറച്ചെങ്കിലുമൊക്കെ ഫൈറ്റ് ചെയ്യാവുന്ന അവസ്ഥയിലുണ്ട്. കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന ആളുകൾ, കോൺഗ്രസ്സിന് വോട്ട് ചെയ്തിരുന്ന ആളുകൾക്ക് ഇപ്പോഴും അവിടെ ഉണ്ട്. കോഴിക്കോട് ജില്ലയിൽ എല്ലായിടത്തും ഉണ്ട്. കൊയിലാണ്ടിയിലുണ്ട്, പേരാമ്പ്രയിലുണ്ട്, കോഴിക്കോട് സിറ്റിയിലുമുണ്ട്. പക്ഷേ കുഴപ്പമെന്ന് വെച്ചാൽ
ആ വോട്ടുകളൊന്നും പെട്ടിയിലെത്തിക്കാനുള്ളൊരു സംവിധാനം കോൺഗ്രസ്സിന് ഇല്ല. പിന്നെ വിശ്വാസ്യതയുള്ള നേതാക്കന്മാരില്ല. കൊള്ളാവുന്ന സ്ഥാനാർത്ഥികളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പലവിധ പരാധീനതകളുണ്ട്. കോൺഗ്രസ്സുകാരില്ലാത്തതുകൊണ്ടല്ല, പാർട്ടിയുടെ സംഘടനാ സംവിധാനം ദുർബലമായതുകൊണ്ടാണ് കോൺഗ്രസ് കോഴിക്കോട് ജില്ലയിൽ ജയിക്കാത്തത്. ഒന്ന് ചോദിച്ചോട്ടെ സാർ, അവിടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ അത്യാവശ്യം വോട്ട് പിടിച്ചൊരു സ്ഥലം കൂടിയാണല്ലോ. അതെ, കോർപ്പറേഷനിലും അവർക്ക് 17 സീറ്റുണ്ട്, LDF 51, അതുപോലെ തന്നെ NDAക്ക് 7 അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ കാണാൻ സാധിക്കില്ല എന്നാണ് അങ്ങ് പറയുന്നത് അല്ലേ? അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും കാണാൻ കഴിയില്ല. ഓക്കെ. ഇപ്പോൾ കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ MK രാഘവൻ ജയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ മേന്മ കൊണ്ടാണ്. അതെ. അദ്ദേഹം മത്സരിക്കുമ്പോൾ അവിടെയുള്ള എല്ലാ കോൺഗ്രസ്സുകാരും, കോൺഗ്രസ് ചിന്താഗതിയുള്ള ആളുകളും, കോൺഗ്രസ് അനുഭാവികളും, ലീഗുകാരും ലീഗ് അനുഭാവികളും എല്ലാവരും തന്നെ അവിടെ പോയി ക്യൂ നിന്ന് അദ്ദേഹത്തിന് വോട്ട് ചെയ്യും. കാരണം അദ്ദേഹത്തിന് ആ രീതിയിൽ ആളുകളെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്. നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ കോൺഗ്രസ് നിർത്തുന്ന സ്ഥാനാർത്ഥികൾ പുള്ളിയും പവർ ഇല്ലാത്തവരാണ്. ഒരു സ്ഥാനാർത്ഥിയുടെ മുഖം കണ്ട് വോട്ട് കൊടുക്കാൻ ആളുകൾക്ക് തോന്നണ്ടേ? അങ്ങനെയുള്ള ആളുകൾ, വോട്ടർമാരെ ആകർഷിക്കാൻ കഴിവുള്ള സ്ഥാനാർത്ഥികൾ കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസിനെ അവതരിപ്പിക്കാൻ കഴിയുന്നില്ല. കോഴിക്കോട് നിന്ന് അവസാനം ജയിച്ച ഒരു കോൺഗ്രസ്സുകാരൻ ആ സുജനപാലായിരുന്നു. അദ്ദേഹം മരിച്ചിട്ട് കൊല്ലത്രേ. സുജനപാലിന് ശേഷം ഒരാൾ ഒരു കോൺഗ്രസ് ടിക്കറ്റിൽ കോഴിക്കോട് ജില്ലയിൽ നിന്ന് നിയമസഭയിലെത്തിയിട്ടില്ല. അതാണ് കോഴിക്കോടിൻ്റെ പരാധീനത. അത് കോഴിക്കോടിൻ്റെ പരാധീനതയല്ല, കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൻ്റെ പോരായ്മയാണ്. ഓക്കെ. നേരെ മറിച്ച് ഈ കുടിയേറ്റ മേഖലകളിൽ, അവിടെ ഈ തിരുവമ്പാടി, താമരശ്ശേരി, ആ പ്രദേശത്തൊക്കെ ഇവർ കോൺഗ്രസ്സുകാർ, പ്രത്യേകിച്ച് ഈ ക്രിസ്ത്യൻ കുടിയേറ്റക്കാർ സ്ഥാനാർത്ഥികളായി മത്സരിക്കും, നല്ലപോലെ ഫൈറ്റ് ചെയ്യും, ജയിക്കുകയൊക്കെ ചെയ്തിട്ട്. മുസ്ലിം ലീഗിൻ്റെ പോക്കറ്റുകളുണ്ട്, കൊടുവള്ളി പോലെയൊക്കെയുള്ള സ്ഥലങ്ങൾ, അവിടെയൊക്കെ അവർ ജയിക്കും. ഈ മുസ്ലിം ലീഗ് ജയിക്കും. കുടിയേറ്റ മേഖലകളിൽ മാത്രം കോൺഗ്രസ് ജയിക്കും, ബാക്കി എല്ലാ സ്ഥലത്തും CPM ജയിക്കും. അതാണ് കോഴിക്കോട് ജില്ലയുടെ ഒരു രാഷ്ട്രീയ ചിത്രം. അത് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലാണെങ്കിൽ ശരിയാണ്, അതല്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലാണെങ്കിൽ ശരിയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് തന്നെയാണ് സ്ഥിതി. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തികച്ചും വ്യത്യസ്തമായ ചിത്രമാണ്. ഇപ്പം വടകര മണ്ഡലത്തിൽ K മുരളീധരൻ ജയിച്ചു, അല്ലെങ്കിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിച്ചു. ഇത്തവണ നമ്മുടെ ഷാഫി പറമ്പിൽ ജയിച്ചു. അത് വേറൊരു സ്ഥാനാർത്ഥി നിർത്തി നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ ഇത് നടക്കില്ല. ഇതാണ് അവിടുത്തെ യഥാർത്ഥ പ്രശ്നം. ഓക്കെ. അപ്പോൾ കോഴിക്കോട് ജില്ല നമുക്ക് കൃത്യമായിട്ട് LDFന് കൊടുക്കാം എന്ന കാര്യത്തിൽ ആ ഒരു സംശയം വേണ്ട. LDF തന്നെ ആയിരിക്കും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഭരിക്കാൻ പോകുന്നത്. അവിടുത്തെ കോർപ്പറേഷനിലും അവർ തന്നെ ജയിക്കും. അതുപോലെ ഭൂരിപക്ഷം പഞ്ചായത്തുകളും അവർക്ക് തന്നെ ആയിരിക്കും. ഓക്കെ. ഇനി പാലക്കാട് ജില്ലയിലേക്ക് വരുമ്പോഴും സ്ഥിതി ഒട്ടും തന്നെ വ്യത്യസ്തമല്ല. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ചെറിയ വ്യത്യാസമുണ്ട്. അവിടെ BJPയുമായിട്ടാണ് പ്രധാനപ്പെട്ട മത്സരം. അതെ. പിന്നെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഷാഫി പറമ്പിൽ, അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രധാന സംഭവമാണ്. കാരണം ഇത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ തീർത്താൽ തീരാത്ത അപമാനം ഉണ്ടാക്കിയ ഒരു സംഭവമുള്ളൂ ഈ രാഹുലിൻ്റെ തെരഞ്ഞെടുപ്പും. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായി വരുന്ന ആരോപണങ്ങളും അദ്ദേഹം ഒളിവിൽ പോയതും അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മൂർധന്യത്തിലെത്തി നിൽക്കുന്ന സമയത്താണ് ഈ പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് പറ്റാതെ പോയതും. ഇങ്ങനെയുള്ള ഒരാളെ സ്ഥാനാർത്ഥിക്ക് നിർത്തിയതിന് കോൺഗ്രസ് പാർട്ടി പറയേണ്ടി വരുന്ന സമാധാനവും കൊടുക്കേണ്ടി വരുന്ന വിലയും ഒക്കെ പാലക്കാട് ജില്ലയെ സ്വാഭാവികമായിട്ട് ബാധിക്കും. ഏറ്റവും കുറഞ്ഞ പാലക്കാട് മുനിസിപ്പാലിറ്റിയെ ബാധിക്കും, സമീപത്തുള്ള മണ്ഡലത്തിൽ ഉൾപ്പെട്ട പഞ്ചായത്തുകളെ ബാധിക്കും. മൊത്തത്തിൽ കോൺഗ്രസ് പാർട്ടിയെ ബാധിക്കാവുന്ന ഒരു വലിയ വിഷയമാണ് രാഹുലിൻ്റെ വിഷയം. അത് കേരളത്തിലെമ്പാടും കോൺഗ്രസിനെ ബാധിക്കും, UDFനെ ബാധിക്കും, പാലക്കാട്ട് കുറച്ച് അധികമായിട്ടും ബാധിക്കും. പാലക്കാട് ജില്ല പൊതുവേ തന്നെ CPMന് അനുകൂലമായിട്ടുള്ളൊരു പ്രദേശമാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ മാത്രമാണ് BJP വളരെ ശക്തമായിട്ട് നിൽക്കുന്നത്. പക്ഷേ ചില പഞ്ചായത്തുകളിലൊക്കെ ഇപ്പോൾ സമീപകാലത്ത് ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അത് എത്രമാത്രം വോട്ടായിട്ട് മാറും, ഈ ഭരണവിരുദ്ധ വികാരവും പ്രതിപക്ഷ വിരുദ്ധ വികാരവും ഏത് അളവ് വരെ BJPക്ക് ഗുണകരമാകും, അത് പാലക്കാട് ജില്ലയിൽ എന്തുമാത്രം പ്രതിഫലിക്കും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല. പക്ഷേ അത് നമുക്ക് അവഗണിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അവിടെ BJPക്ക് ഉള്ളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതായി അടുത്ത ദിവസങ്ങളിൽ വാർത്ത വന്നിരുന്നു പാലക്കാട്. അത് BJPക്കകത്ത് മിക്കവാറും എല്ലാ സ്ഥലത്തും ഉണ്ട്. പാലക്കാട്ട് കുറച്ച് BJPക്കാർ കൂടുതലുള്ളതുകൊണ്ട് ആ പ്രശ്നം കൂടുതൽ വിസിബിളായി പാലക്കാട്ട് എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള വിഷയം എല്ലാ സ്ഥലത്തും ഉണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ടല്ലോ, അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലോ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിലോ ഉണ്ടാവും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവർ ശക്തി പ്രാപിക്കുന്ന സ്ഥലത്ത് ഏതാണ്ട് കോൺഗ്രസ് പോലുള്ളൊരു പ്രസ്ഥാനമായിട്ട് BJP മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പാർട്ടിയിലുള്ള പോലെ കുതികാൽ വെട്ട്, കാലുവാരൽ, പാലം വലിക്കൽ, ഇതൊക്കെ BJPയിൽ നടക്കുന്നുണ്ട്. നമ്മൾ ആ രീതിയിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ട് അതിലേക്ക് അധികം ശ്രദ്ധ ചെലുത്താൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മറ്റേ കോൺഗ്രസ്സിലോ CPMലൊക്കെ ഗ്രൂപ്പ് വഴക്കാണെങ്കിൽ ദൈനംദിന അടിസ്ഥാനത്തിൽ ആളുകൾ ചർച്ച ചെയ്യും. BJP ആ ഒരു നിലയിൽ എത്താത്തതുകൊണ്ട് ആ രീതിയിലേക്ക് ചർച്ചകൾ പോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മറ്റെല്ലാ പാർട്ടിയിലുള്ള പോലെ അടിയൊഴുക്ക്, വേലവെപ്പ്, പാലം വലിക്കൽ, കുതികാല് വെട്ടൽ എല്ലാം BJPയിലും ഉണ്ട്. BJPയിലും ഉണ്ടാവും, ഉണ്ടായേ മതിയാവുള്ളൂ. അങ്ങനെയുള്ള നമ്മുടെ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ കിടപ്പ് അതുകൊണ്ടാണ്. ഓക്കെ.
അപ്പോൾ പാലക്കാട് നമുക്ക് LDF മേൽക്കൈയുള്ള LDF തീർച്ചയായിട്ടും LDF എഴുതി കൊടുക്കാവുന്ന ജില്ലയാണ് പാലക്കാട്. ഓക്കെ. പാലക്കാട് കണ്ണൂരും കോഴിക്കോടും പോലെ തന്നെ പാലക്കാട് LDF ആണ്. അതിൽ വലിയ സംശയത്തിന് അവകാശമില്ല. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വലിയ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. കാരണം എന്ന് വെച്ചാൽ മുസ്ലിം ലീഗാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടി. അതെ. പിന്നെ മുസ്ലിം ലീഗിന് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് സാമ്പാർ മുന്നണി ഉണ്ടാക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും ചേർന്നിട്ട് ഒരു അവിയൽ പോലത്തെ ഒരു സംവിധാനം ഉണ്ടാക്കും. അത് സ്വതന്ത്രന്മാരായിട്ട് മത്സരിക്കും. CPMകാർ സ്വതന്ത്രന്മാരായിരിക്കും, കോൺഗ്രസ്സുകാർ സ്വതന്ത്രന്മാരായിരിക്കും. പിന്നെ മറ്റ് പ്രത്യേകിച്ച് രാഷ്ട്രീയ ഇതൊന്നും ഇല്ലാത്ത അഫിലിയേഷൻ ഇല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ ലീഗിലെ വിമതന്മാർ എല്ലാം കൂടി ചേർന്നിട്ട് ഒരു മുന്നണി ഉണ്ടാക്കി ഒരു ചിഹ്നത്തിൽ ഒരു മുന്നണി ജനകീയ മുന്നണിയെന്നോ എന്തെങ്കിലും ഒരു പേരിട്ടിട്ട് മത്സരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇത്തവണ അത് പഴയ പോലെ ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അവിടെ ലീഗ് ഇതരരും തമ്മിലാണ് മത്സരം. മാത്രമല്ല ഈ ഏത് തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ പാർട്ടികൾക്ക് മലപ്പുറം ജില്ലയിൽ മാർക്സിസ്റ്റുകാർ വോട്ട് ചെയ്തില്ലെങ്കിൽ പോലും കൃത്യമായിട്ട് വോട്ട് ചെയ്യുന്നൊരു വിഭാഗം മലപ്പുറത്തെ കോൺഗ്രസ്സുകാരാണ്. കാരണം കോൺഗ്രസ്സുകാർ അത്ര വലിയ ലീഗ് വിരോധികളാണ്. കോൺഗ്രസിൻ്റെ മുഖമുദ്ര ലീഗ് വിരോധമാണ്. ലീഗിനോടുള്ള എതിർപ്പുകൊണ്ടാണ് ആളുകൾ കോൺഗ്രസ്സിൽ ചേരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടി മലപ്പുറം ജില്ലയ്ക്കുണ്ട്. പിന്നെ ഇത്തവണത്തെ ഒരു പുതിയ വിഷയം എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ വെൽഫെയർ പാർട്ടിയുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സഖ്യമാണ്. അതെ അതെ അതെ. അത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സഖ്യത്തിൻ്റെ ആവശ്യമില്ല. കാരണം കോഴിക്കോട് ജില്ലയിലാണെങ്കിലും മലപ്പുറം ജില്ലയിലാണെങ്കിലും ലീഗിൻ്റെ കോട്ടകൊത്തളങ്ങളൊക്കെ വളരെ ശക്തമാണ്. അവിടെ ആരുടെയും സഹായമില്ലാതെ കോൺഗ്രസിൻ്റെയും സഹായം കൂടാതെ വെൽഫെയർ പാർട്ടിയുടെ SDPയുടെ ആരുടെയും പിന്തുണ കൂടാതെ ലീഗിന് ജയിക്കാവുന്നുള്ളൂ. മലപ്പുറം മുനിസിപ്പാലിറ്റി, മഞ്ചേരി മുനിസിപ്പാലിറ്റി, തിരൂർ മുനിസിപ്പാലിറ്റി ഇതൊക്കെ അവർക്ക് പാട്ടുപാടി ജയിക്കാവുന്ന സ്ഥലം. അവിടെ ഈ വെൽഫെയർ പാർട്ടിയെ കൂട്ടേണ്ട ഒരു കാര്യമില്ല. എന്നാലും ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഈ ഇർക്കിലി പാർട്ടികളെയൊക്കെ കൂട്ടി അവരെ കൂട്ടുന്നു എന്നുള്ളത് മാത്രമല്ല, ഈ വെൽഫെയർ പാർട്ടിയേക്കാളും എത്ര വോട്ടുള്ള പാർട്ടിയുടെ SDPA എന്നാൽ പിന്നെ SDPയെ കൂട്ടിയാൽ പോരെ. എന്താ SDPയെ കൂട്ടാത്തെ? അത് തീവ്രവാദ പ്രസ്ഥാനക്കാരുടെ പാർട്ടിയാണ്. അതുമായിട്ട് ചേർന്ന ലീഗിൻ്റെ ഈ സെക്കുലർ ക്രെഡൻഷ്യലിന് വലിയൊരു തകരാറ് സംഭവിക്കും. ലീഗ് മതേതര സമീപനം പുലർത്തുന്ന സാമുദായിക പാർട്ടിയാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അങ്ങനെ തന്നെയാണ് എന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ SDPയുമായിട്ട് കൂട്ടുകൂടാൻ പാടില്ല, SDPയായിട്ടും കൂട്ടുകൂടുന്നില്ല. അങ്ങനെയാണെങ്കിൽ വെൽഫെയർ പാർട്ടിയുമായിട്ട് കൂട്ടുകൂടാൻ പാടില്ല, പക്ഷേ കൂട്ടുകൂടുന്നു. ഈ മുസ്ലിം ലീഗിൻ്റെ താല്പര്യപ്രകാരമാണ് കോൺഗ്രസ് അടക്കം വെൽഫെയർ പാർട്ടിയുമായിട്ട് സഖ്യം ചേരാൻ നിർബന്ധിതമാകുന്നത്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഈ തിരൂരിനടുത്ത് വെട്ടം എന്നൊരു പഞ്ചായത്തുണ്ട്. എനിക്കോട് ഈ നമ്മുടെ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ കൃത്യമായിട്ട് സ്ഥലം വെട്ടത്താണ്. അതെ. ഇപ്പോഴത്തെ തുഞ്ചൻ പറമ്പിരിക്കുന്നത് ഈ തിരൂർ മുനിസിപ്പാലിറ്റിയിലാണ്. ഇത് വെട്ടം അതിൻ്റെ അടുത്തുള്ള ഒരു പഞ്ചായത്താണ്. ഈ വെട്ടം പഞ്ചായത്ത് മാത്രം നോക്കിയാൽ മതി. അവിടെ ഉള്ള പഞ്ചായത്ത് ഡിവിഷനുകൾ അതിൽ ബഹുഭൂരിപക്ഷം ലീഗ് തന്നെ മത്സരിക്കുന്നു. 5 or 6 എണ്ണം കോൺഗ്രസ്സിന് കൊടുക്കുന്നു. ഈ കോൺഗ്രസ്സിന് കൊടുത്ത സ്ഥലത്ത് അതിൽ നിന്ന് 2 വെൽഫെയർ പാർട്ടി കൊടുത്തിരിക്കും. 2 സ്ഥലത്ത് വെൽഫെയർ പാർട്ടിക്കാർ ഗ്യാസ് സിലിണ്ടർ അടയാളത്തിൽ മത്സരിക്കും. അതുകൂടാതെ ഈ കോൺഗ്രസ്സിന് കൊടുത്ത സീറ്റിൽ തന്നെ 2 ലീഗുകാർ കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിക്കും. ഓക്കെ. ഇങ്ങനെ മൊത്തം ലീഗ് മയമാണ്. പിന്നെ കോൺഗ്രസ്സുകാർക്ക് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ മിക്കവാറും 0 ഒരു നമ്പർ മാത്രമാണ് അവർക്ക് കിട്ടിയത്. ഇത് വെട്ടത്തിൻ്റെ മാത്രം കഥയല്ല, മിക്കവാറും എല്ലാ സ്ഥലത്തും ഇതൊക്കെ തന്നെ ആവർത്തിക്കുന്നു. പക്ഷേ ഇത് മലപ്പുറം ജില്ലയിൽ ഗുണമാണോ ദോഷമാണോ ചെയ്യുക എന്നുള്ളതല്ല പ്രശ്നം. മലപ്പുറത്തിന് പുറത്ത് 13 ജില്ലകളുണ്ടല്ലോ, അവിടെയാണ് പ്രശ്നം. അതെ അതെ. ഈ വെൽഫെയർ പാർട്ടിയുമായിട്ട് കൂട്ടുചേരാന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് പച്ചയ്ക്ക് കൂട്ടുചേരുക എന്നാണ് അർത്ഥം. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് 2 പ്രാവശ്യം നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ ലക്ഷ്യം അവർ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടില്ല, ദേശീയ പതാക അംഗീകരിച്ചിട്ടില്ല, ദേശീയ ഗാനത്തെ അംഗീകരിച്ചിട്ടില്ല. ഇതൊക്കെ അംഗീകരിക്കുന്നതായിട്ട് അഭിനയിക്കുക മാത്രം ചെയ്തിട്ടുള്ള പാർട്ടിയാണ്. അടുത്ത കാലം വരെ ജമാഅത്തെ ഇസ്ലാമിക്കാർ സർക്കാർ ജോലിക്ക് അപ്ലൈ ചെയ്യില്ല. കാരണം സർക്കാർ ജോലി എന്ന് പറയുന്നത് ഈ കാഫറുകളുടെ സർക്കാരുമായിട്ട് സഹകരിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് സർക്കാർ ജോലിക്ക് പോകാൻ പാടില്ല എന്നുള്ളതായിരുന്നു ഇവരുടെ സിദ്ധാന്തം. അവർ മതരാഷ്ട്രവാദികളാണ്. ഹുക്കുമത്തെ ഇലാഹി അഥവാ മതരാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നവരാണ്. ആ പാർട്ടിയുമായിട്ട് കൂട്ടുചേരുകയും ഞങ്ങൾ മതേതരന്മാരാണ്, സർവ്വസമുദായ മൈത്രിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ ആളുകൾ ആട്ടൂല്ലേ. അതൊരു പ്രശ്നമാണ്. ഇത് മലപ്പുറം ജില്ലയിലോ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലോ 2, 3, 4 പഞ്ചായത്തിൽ മാത്രമേ വെൽഫെയർ പാർട്ടിക്ക് വോട്ടുള്ളൂ. അത് തന്നെ വിരലിലുണ്ടാവുന്ന വോട്ടേ ഉള്ളൂ. അതൊരു രാഷ്ട്രീയ ശക്തിയല്ല. പിന്നെ എന്തിനു വേണ്ടി ഇവരുമായിട്ട് കൂട്ടുചേർന്നു എന്ന് വെച്ചാൽ ഈ മുന്നണിയുടെ പ്രതിച്ഛായ വികലമാക്കുക. ഇതിന് ഏതെങ്കിലും ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ അബദ്ധത്തിൽ വോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ വോട്ട് കിട്ടാതെ ആക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം.
അപ്പോൾ ഈ വെൽഫെയർ പാർട്ടിയുമായിട്ട് സഖ്യം ചേരുക വഴിക്ക് ലീഗ് അവരിയ്ക്കുന്ന കൊമ്പ് മുറിക്കുകയാണ്. അങ്ങനെ ഒരു സഖ്യം അടിച്ചേൽപ്പിക്കുന്നതിലൂടെ കോൺഗ്രസും അതേ പാതകം ചെയ്യുകയാണ്. ലീഗിന് പേടിക്കാനില്ല. ലീഗിന് മറ്റു സമുദായക്കാരുടെ വോട്ടല്ലല്ലോ, സ്വന്തം വോട്ട് ബാങ്ക് ഉണ്ട്, വോട്ട് ബേസ് ഉണ്ട്. അത് കോഴിക്കോട് ജില്ലയിലുണ്ട്, മലപ്പുറം ജില്ലയിലുണ്ട്, കണ്ണൂർ ജില്ലയിലും അത്യാവശ്യമുണ്ട്. ഈ അത്യുത്തര കേരളം എന്ന് പറയുന്ന ഹോസ്ദുർഗിനപ്പുറമുള്ള താലൂക്കുകളുണ്ട്. അതായത് നമ്മുടെ മഞ്ചേശ്വരം, കാസർഗോഡ് പോലെ അവിടെയൊക്കെ ലീഗിന് വോട്ട് കിട്ടും. ലീഗിന് പ്രശ്നമില്ല. പക്ഷേ ഈ പ്രശ്നം കിടക്കുന്നത് കോൺഗ്രസ്സിനാണ്. കോൺഗ്രസ്സുകാർ ഇത് ജനങ്ങളോട് എങ്ങനെ വിശദീകരിക്കും? കോൺഗ്രസിൻ്റെ അണികളോട് എങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കും? അപ്പോൾ സംഗതി പ്രശ്നവും. മാത്രമല്ല, ഇത് 2, 3, 4, 5 പഞ്ചായത്തിലാണ് സഖ്യം ചേർന്നിട്ടില്ലെങ്കിലും ഇതൊരു ആഗോള പ്രശ്നമാക്കി വലിയ മതേതരത്വത്തിന് ജനാധിപത്യത്തിനെതിരായ വലിയൊരു ഭീഷണിയായിട്ട് പാടി പ്രചരിപ്പിക്കാൻ CPM-ന് മെഷറിയുണ്ട്. ഒരു ഭാഗത്ത് CPM പ്രചരിപ്പിക്കുന്നു, മറുഭാഗത്ത് BJP പ്രചരിപ്പിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ, ഈ ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നോ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൽ നിന്നോ അന്യത UDF-ന് കിട്ടാവുന്ന ഒട്ടേറെ വോട്ടുകൾ UDF-ന് കിട്ടുകയില്ല. അതിൻ്റെ വലിയൊരു ഭാഗം LDF-ലേക്ക് പോകും, ചെറിയൊരു ഭാഗം BJP-യിലേക്ക് പോകും. അപ്പോൾ ഇതിൻ്റെ പരിണത ഫലം എന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിൽ ലീഗ് ജയിക്കും, UDF ജയിക്കും. ഒരു പക്ഷേ വയനാട് ജില്ലയിലും അവർക്ക് നേട്ടമുണ്ടാക്കാൻ പറ്റിയേക്കും, അത് ഉറപ്പൊന്നുമില്ല. മറ്റ് ജില്ലകളിൽ ഇത് വിപരീതമായ റിസൾട്ട് ഉണ്ടാക്കും. അതാണ് പ്രശ്നം. മലപ്പുറം ജില്ല മാത്രം ജയിച്ചാൽ പോരല്ലോ, വേറെ കേരളത്തിൽ 13 ജില്ലകളുണ്ട് എന്ന കാര്യം ഇവർ ഓർക്കില്ല. അത് നിയമസഭയിലും തുടർന്നും പ്രതിഫലിക്കാനുള്ള സാധ്യതയും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ സാർ? തീർച്ചയായിട്ടും. ഇത് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ അല്ലല്ലോ പ്രധാനം. 3 മാസം അല്ലെങ്കിൽ 4 മാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഇത് വച്ചിട്ട് ഈ CPM-കാർ പരമാവധി അർമാദിക്കും. ഇതാ വെൽഫെയർ പാർട്ടിയുമായി സഖ്യം, ജമാഅത്തെ ഇസ്ലാമിയും സഖ്യം, മതരാഷ്ട്രവാദികളുമായിട്ട് സഖ്യം എന്ന് പറഞ്ഞ് ഇവരിവിടെ ഇത് പാടി പൊലിപ്പിക്കും. ഓക്കെ, അതിപ്പോൾ അധികവും LDF-ന് ഗുണമായിരിക്കും എന്നാണ് അങ്ങ് കരുതുന്നത് അല്ലേ? BJP-യിലേക്ക് അധികം വോട്ട് പോകില്ലെന്നാണോ കരുതുന്നത്? അല്ല, ഈ വോട്ടിൻ്റെ ഒരു ഭാഗം BJP-യിലേക്ക് പോയാലും കോൺഗ്രസിനെ തോൽപ്പിക്കാൻ അത് മതി. കോൺഗ്രസിൻ്റെ ശക്തിയിൽ നിന്ന് ഏത് ക്ഷയം സംഭവിച്ചാലും BJP-യിലേക്ക് പോയാലും LDF-ലേക്ക് പോയാലും വ്യത്യാസമില്ല. ഒരു ചെറിയ പോർഷൻ ഓഫ് വോട്ട്സ് BJP-യിലേക്ക് പോയെന്ന് വിചാരിച്ചോ, അത്ര സ്ഥലത്ത് കോൺഗ്രസ് തോക്കുകയാണ്. കോൺഗ്രസ് തോക്കുമ്പോൾ ഗുണം ആർക്ക് കിട്ടും? LDF-ന് കിട്ടും. അതെ, വോട്ട് LDF-ലേക്ക് പോയാലും പോയില്ലെങ്കിലും കോൺഗ്രസിൻ്റെ വോട്ട് കുറഞ്ഞാൽ, UDF-ൻ്റെ വോട്ട് കുറഞ്ഞാൽ അതിൻ്റെ ഫലം കോൺഗ്രസ് തോക്കുക, UDF തോക്കുക എന്നും LDF ജയിക്കുക എന്നുള്ളതായിരിക്കും. ഇപ്പോൾ ഒരു സംസാരമുണ്ട്, അത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകണം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും BJP CPM അവിശുദ്ധ കൂട്ടുകെട്ട് എന്ന ഒരു സംസാരം ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്, കോൺഗ്രസിനെ അകറ്റി നിർത്താൻ എന്നാണ് ഇതിന് പറയുന്നത്. അല്ല, അങ്ങനെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പല സന്ദർഭങ്ങളിലും പ്രായോഗികമായിട്ടുള്ള നീക്കുപോക്കുകൾ ഉണ്ടാവും. അത് ഇപ്പോൾ ഈ കൊച്ചു കോർപ്പറേഷനിൽ തന്നെ നോക്കിയാൽ, കൊച്ചു കോർപ്പറേഷൻ 5 കൊല്ലം സക്സസ്ഫുള്ളായിട്ട് CPM-കാർ കൊണ്ടുനടത്തില്ല. അവർക്ക് കൗൺസിലിൽ ഭൂരിപക്ഷമില്ല, ഇന്ന ദിവസവും ഭൂരിപക്ഷമില്ല. കോൺഗ്രസുമായിട്ട് ചെറിയ വ്യത്യാസമുള്ളൂ. പക്ഷേ ഇവരെന്താണെന്ന് വെച്ചാൽ ഈ അസംതൃപ്തരായ ചില വിമതന്മാരെയും ലീഗിൽ നിന്ന് വന്ന ഒരു വിമതനെയും കൂടെ കൂട്ടിയിട്ടാണ് കൂടുതൽ സീറ്റുകൾ ഉറപ്പാക്കിയത്, ഒരു വർക്കബിൾ മെജോറിറ്റി ഉണ്ടാക്കിയത്. പക്ഷേ അതുകൊണ്ടല്ല ഭരണം നിലനിർത്തിയത്. 5 BJP-കാർ കൗൺസിലുണ്ട്. അവർ കോൺഗ്രസ്സുകാരുടെ കൂടെ കൂടി കഴിഞ്ഞാൽ എന്ത് പറ്റും? മേയറും ഡെപ്യൂട്ടി മേയറും അവിശ്വാസം വന്ന് പുറത്താവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ BJP-കാരെ പരമാവധി പ്രകോപിപ്പിക്കാതെ ഇങ്ങനെ തൊട്ടിൽ ഊഞ്ഞാലാട്ടി അങ്ങനെ കൊണ്ടുവരണം. 5 കൊല്ലവും ഭരണം നിലനിർത്തി. സാർ, ഈ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ട് വന്നപ്പോൾ 24-24 LDF-ഉം UDF-ഉം. BJP-ക്ക് അല്ലെങ്കിൽ NDA-ക്ക് 6 സീറ്റും കിട്ടിയിരുന്നു. ഇക്കുറി എങ്ങനെയായിരിക്കും? ഒരു ടോസ് ഓഫ് എ കോയിൻ പോലെയാണ് ഭരണം LDF-ലേക്ക് കഴിഞ്ഞ പ്രാവശ്യം പോയത്. സുരേഷ് ഗോപി അതിനുശേഷം ജയിക്കുകയും ചെയ്തു. അതെ, തൃശ്ശൂരിനെ സംബന്ധിച്ചോളം രാഷ്ട്രീയ ചിത്രം മാറുകയാണ്. തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ പണ്ട് കരുണാകരൻ്റെ തട്ടകമായിരുന്നു, പിന്നീട് CN ബാലകൃഷ്ണൻ്റെ തട്ടകമായിരുന്നു. പക്ഷേ കോൺഗ്രസ്സിന് വലിയ വോട്ട് ബേസ് ഉള്ള സ്ഥലമാണ്. സമീപകാലത്തൊന്നും കോൺഗ്രസ് ജയിക്കുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഇപ്പോഴും അവിടെയുണ്ട്. അവർ മിക്കവരും കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാൻ തയ്യാറുമാണ്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ സംഘടനാപരമായ വലിയ ദൗർബല്യമാണ്. അതിൻ്റെ ഒറ്റക്കൊരാൾ ഉത്തരവാദിയായിട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് PC ചാക്കോയാണ് ഉത്തരവാദി എന്ന് പറയാം. ചാക്കോ അവതാര ലക്ഷ്യം നിറവേറ്റി അദ്ദേഹം ഇപ്പോൾ NCP-യിലേക്ക് പോയി. ഇപ്പോൾ അവിടെ ഉണ്ടോ എന്ന് സംശയമാണ്. PC ചാക്കോ തൃശ്ശൂർ MP ആയിരിക്കുന്ന സമയത്താണ് ഈ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം മൊത്തത്തിൽ തകർത്ത് തരിപ്പണമാക്കിയത്.
കൃത്യമായിട്ട് പറഞ്ഞാൽ ഐ ഗ്രൂപ്പുകാർക്ക് വലിയ പ്രാമുഖ്യമുള്ള ഒരു ജില്ലയായിരുന്നു തൃശ്ശൂർ. ലീഡറുടെ കാലത്തോട്ട് അങ്ങനെയായിരുന്നു. അവിടെ എ ഗ്രൂപ്പുകാരനും ഉമ്മൻചാണ്ടിയുടെ ഒരു സിൽബന്ധിയുമായ അബ്ദുറഹ്മാൻ കുട്ടിയെ DCC പ്രസിഡന്റ് ആക്കിയെടുത്താണ് ഇതിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത്. ഓക്കെ. അന്ന് മുതൽക്ക് ഈ പാർട്ടിക്കകത്തുള്ള ഗ്രൂപ്പ് സംവിധാനം മൊത്തത്തിൽ അത് എന്താണ് ഡിസ്ഓർഗനൈസ്ഡായി. ഗ്രൂപ്പും പാർട്ടിയും എല്ലാം. അബ്ദുറഹ്മാൻ കുട്ടി 2-3 കൊല്ലം DCC പ്രസിഡന്റ് ആയിരുന്നപ്പോഴത്തേക്കും കോൺഗ്രസ് എന്ന് പറഞ്ഞ സാധനം അതിൻ്റെ അലക്കും പിടിയും ഇളകി വശമായി. ഇതാണ് സംഭവിച്ചത്. അബ്ദുറഹ്മാൻ കുട്ടി എന്ന് പറഞ്ഞ വ്യക്തിയല്ല, അദ്ദേഹത്തെ ആ സ്ഥാനത്തോട് ഇരുത്തിയ അതിൻ്റെ ലോജിക്ക്, അതിലാണ് സംഗതി പണി പാളിയത്. കോൺഗ്രസ്സിൽ വോട്ട് ചെയ്ത ആളുകളൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ കോൺഗ്രസ്സുകാരെ ഇപ്പോൾ കൈപ്പത്തി അടയാളത്തിൽ മത്സരിച്ചാൽ ജയിക്കില്ല എന്ന അവസ്ഥയിൽ വേറെ യാതൊരു കുഴപ്പമില്ല. തൃശ്ശൂർ കോർപ്പറേഷനൊക്കെ കോൺഗ്രസ്സിന് പാട്ടും പാടി ജയിക്കാവുന്ന സ്ഥലമാണ്. ലീഗൊന്നും വേണ്ട, കേരള കോൺഗ്രസ് വേണ്ട, ആരും വേണ്ട. അത്രയും ഉറച്ച ഒരു കോൺഗ്രസ് പ്രദേശമാണ് ഈ തൃശ്ശൂർ കോർപ്പറേഷൻ. പക്ഷേ ജയിക്കാത്ത എന്തുകൊണ്ടാണ്? ആളുകളുടെ കയ്യിലിരിപ്പ് വളരെ മോശമാണ്. ക്രെഡിബിലിറ്റി ഉള്ള സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാൻ പറ്റുന്നില്ല. ഇനി അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികൾ തന്നെ കൊള്ളാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ തന്നെ കാലുവരെ അയാൾ തോപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ കഴിഞ്ഞ തവണ മേയറായിരുന്ന വർഗീസ് ഉണ്ടല്ലോ, വർഗീസ് നല്ല ഒന്നാന്തരം കോൺഗ്രസ്സുകാരനാണ്. അതെ, വർഗീസ് കോൺഗ്രസിൻ്റെ റിബലായി മത്സരിച്ച് ജയിച്ചപ്പോൾ 2 ഭാഗത്തും തുല്യമാണ്. കോൺഗ്രസ്സുകാരും വർഗീസിനെ അപ്രോച്ച് ചെയ്തു, മാർക്സിസ്റ്റുകാരും അപ്രോച്ച് ചെയ്തു. വർഗീസിന് കോൺഗ്രസ്സുകാരെക്കാൾ വിശ്വാസം മാർക്സിസ്റ്റുകാരെ ആയതുകൊണ്ട് അത് അദ്ദേഹത്തിനോട് അവരുടെ കൂടെ കൂടി അദ്ദേഹം 2.5 കൊല്ലം കഴിയുമ്പോൾ മാറാതെ പറഞ്ഞ പുള്ളി മാറിയില്ല. പുള്ളി ശരിക്കും കോൺഗ്രസ്സുകാരനുള്ളൂ, മാറില്ല. പുള്ളി LDFൻ്റെ ആളായി നിന്നുകൊണ്ട് തന്നെ പുള്ളി സുരേഷ് ഗോപിയുമായിട്ട് ചങ്ങാത്തം കൂടി. അതിനുശേഷവും പുള്ളി മേയറായിട്ട് തുടർന്നു. അപ്പോൾ ഇതാണ് ആ ഒരു വർഗീസല്ല, ഇതുപോലെ ഒരുപാട് വർഗീസുമാർ തൃശ്ശൂർ കോർപ്പറേഷനിലുമുണ്ട്, ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലുമുണ്ട്, ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിലുമുണ്ട്, ആ സമീപത്തുള്ള എല്ലാ പഞ്ചായത്തുകളിലുമുണ്ട്. ഇത്ര കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തൃശ്ശൂർ വളരെ അൺപ്രഡിക്റ്റബിളാണ്. മാത്രമല്ല ഇത്തവണ BJP കുറേ കൂടി പവർഫുള്ളാണ്. പ്രത്യേകിച്ച് സുരേഷ് ഗോപി നേരിട്ട് വന്ന് കോർപ്പറേഷനിലേക്ക് വലിയ കാടറിലേക്ക് പ്രചരണം നടത്തുന്നത്. അപ്പോൾ എൻ്റെ ഒരു അസസ്മെൻറ്റ് ഇങ്ങനെയാണ്, LDF ആയിരിക്കും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി, UDF BJPയും പുറകിൽ വരും. അപ്പോൾ ഇത് കൂടുതൽ കൗൺസിലർമാരെ കിട്ടുന്ന ഏത് പാർട്ടി ഏത് മുന്നണി എന്ന് വെച്ചാൽ അവരായിരിക്കും മേയർ ഉണ്ടാകുക. ഏതാണ്ട് കഴിഞ്ഞ തവണ കൊച്ചി കോർപ്പറേഷൻ ഉണ്ടായിരുന്ന അവസ്ഥ ഇത്തവണ തൃശ്ശൂർ ആവർത്തിക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. അതിൽ വലിയ അത്ഭുതമൊന്നും വേണ്ട. LDF ആ കോർപ്പറേഷൻ നിലനിർത്താനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. ചാലക്കുടി മുനിസിപ്പാലിറ്റി, ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു പക്ഷേ UDF ജയിക്കാം. ഓക്കെ. ഒരു 60-40 സാധ്യതയാണുള്ളത്. UDFൻ്റെ ചെറിയ ഒരു അപ്പർ ഹാൻഡ് കാണാൻ കഴിയും പട്ടണ പ്രദേശങ്ങൾ. പക്ഷേ പഞ്ചായത്തുകളിൽ LDFൻ്റെ പ്രാമുഖ്യം അവരുടെ തേർവാഴ്ച ഏതാണ്ട് പഴയ പോലെ തുടരും. വലിയ വ്യത്യാസത്തിന് അവകാശമില്ല. കുന്നംകുളം, വടക്കാഞ്ചേരിയുടെയൊക്കെ പ്രദേശങ്ങളിലുള്ള ഒരുപാട് പഞ്ചായത്തുകളുണ്ട്. അവിടെ താരതമ്യേന കുറഞ്ഞ നമ്പർ ഓഫ് പഞ്ചായത്തുകൾ മാത്രമേ കോൺഗ്രസ് ജയിക്കാൻ പറ്റുള്ളൂ. മറ്റ് ഘടകകക്ഷികളൊക്കെ മിക്കവാറും അപ്രസക്തമാണ്. ഗുരുവായൂരിൻ്റെ പരിസരത്തുള്ള ചാവക്കാട്, ഒരുമനയൂർ, അങ്ങനെയുള്ള ചില പ്രദേശങ്ങളിൽ ലീഗ് ശക്തമാണ്. അതിനപ്പുറത്ത് ലീഗും വലിയ ശക്തിയൊന്നുമല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസും ചെറിയൊരു അളവിൽ ലീഗും മാത്രമുള്ളൊരു സ്ഥലമാണ് UDFനെ സംബന്ധിച്ചു. കേരള കോൺഗ്രസ് ഒന്നും കാര്യമുള്ള കാര്യമല്ല. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ ഇടതുപക്ഷത്തിന് തൃശ്ശൂർ ജില്ലയിൽ മേൽക്കൈ കിട്ടാനുള്ള സാധ്യത. BJPയെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ കോർപ്പറേഷൻ അതിനേക്കാൾ കൂടുതലായിട്ട് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ BJPയും LDFും തമ്മിലാണ് ശരിക്കുള്ള മത്സരം. കഴിഞ്ഞ തവണ ഒരാളുടെ വ്യത്യാസത്തിലാണ് LDF ഭരണം പിടിച്ചത്. ആ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. അവിടെ വലിയ മത്സരം നടക്കുന്നുണ്ട്. പക്ഷേ മത്സരം ഇവർ തമ്മിലാണ്. കോൺഗ്രസ് അവിടെയും ചിത്രത്തിലില്ല. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ കാണുന്നത് ഈ മലബാർ മേഖലയിലെമ്പാടും, അത് കാസർഗോഡ് മഞ്ചേശ്വരം മുതൽക്ക് മലബാർ അല്ലെങ്കിൽ പോലും തൃശ്ശൂർ ജില്ലയിൽ അടക്കം കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ സംഘടനാപരമായ ദൗർബല്യവും ശൈഥില്യവും നേതാക്കന്മാർ തമ്മിലുള്ള കിടമത്സരവും സ്ഥാനാർത്ഥികളുടെ കാലുവാരാനായിട്ട് പ്രവർത്തകരുടെ അത്യുത്സാഹവും ആണ്. കോൺഗ്രസ്സിന് സ്വന്തം നിലയ്ക്ക് തൻ്റെ അടുത്തുകൂടി മത്സരിച്ച് ജയിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ്. കൂനമ്മൽ കുരു എന്ന് പറഞ്ഞ രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഉണ്ടായി വന്നിട്ടുള്ളത്. അതിനും പുറമെയാണ് എന്താണ് ഈ കാരണവന്മാർ പറയില്ലേ, ഈ മർക്കടസ്യ സുരാപാനം മധ്യേ വൃശ്ചികദംശനം തന്മധ്യേ ഭൂതാവേശം എന്ന് പറഞ്ഞ പോലെയാണ് ഈ വെൽഫെയർ പാർട്ടിയുമായിട്ട് സഖ്യം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം, നേതാക്കന്മാർ തമ്മിലുള്ള കിടമത്സരം, കാലുവാരൽ, ഇത്തരം പ്രശ്നങ്ങളുള്ളൂ. എല്ലാം കൂടി ചേർന്ന സംഗതി ഏതാണ്ട് ജോറായി കിട്ടും എന്നാണ് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാം. സാർ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അതായത് ഈ അങ്ങ് പറഞ്ഞ വെൽഫെയർ പാർട്ടിയുടെ വിഷയം ഇതൊക്കെ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ അവിടെ ക്രിസ്ത്യൻ വോട്ടേഴ്സ് നല്ലൊരു ശതമാനം ഉള്ള ഒരു ജില്ല കൂടിയാണ്. അവിടെ
സുരേഷ് ഗോപിയുടെ സാന്നിധ്യം ഏറെ നാളായുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു. ഇക്കുറി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലല്ലേ? സുരേഷ് ഗോപി ഇമ്പാക്റ്റ് ഉണ്ടാകാൻ, അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾ, അതായത് ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വോട്ട് അങ്ങോട്ട് പോകാനുള്ള സാധ്യത, ഇതിനെക്കുറിച്ചൊക്കെ? ഈ ക്രിസ്ത്യൻ സമുദായമാണ് ഏത് കാലത്തും കോൺഗ്രസിൻ്റെ നട്ടല് എന്ന് പറയുന്നത്. ക്രിസ്ത്യാനി ഇല്ലെങ്കിൽ കോൺഗ്രസ്, പണ്ട് മന്നത്ത് പറ്റണമുള്ള സാറുള്ള കാലത്ത് പുള്ളി പ്രസംഗിച്ചുകൊണ്ടുണ്ട് കോൺഗ്രസ് പറഞ്ഞ ക്രിസ്ത്യാനികളുടെ പാർട്ടിയാണ് എന്ന് പറയും. അന്നും സത്യമാണ്, ഇന്നും സത്യമാണ്. ഇന്നത്തെ പ്രശ്നം എന്ന് വെച്ചാൽ കോട്ടയം ജില്ലയിലാണെങ്കിലും പത്തനംതിട്ട ജില്ലയിലാണെങ്കിലും തൃശ്ശൂർ ജില്ലയിലാണെങ്കിലും വ്യത്യസ്ത കാരണങ്ങളാൽ ഈ കോൺഗ്രസിൻ്റെ ക്രിസ്ത്യൻ വോട്ട് ബേസ് ശോഷിക്കുന്നു എന്നുള്ളതാണ്. അത് തൃശ്ശൂർ ജില്ലയിലുള്ള കാരണമല്ല, പത്തനംതിട്ട ജില്ലയിലുള്ളത് അതല്ല, കോട്ടയം ജില്ലയിലുള്ള, പക്ഷേ എല്ലായിടത്തും ഈ ഒരു വോട്ട് ബേസ് ദുർബലമാകുന്നു എന്നുള്ളത് സത്യമാണ്. ഓക്കെ, അതിൽ കുറച്ച് പേരൊക്കെ LDFുമായിട്ട് സഹകരിക്കുന്നതിൽ തെറ്റില്ല എന്ന രീതിയിലേക്ക് പോയി. അതുപോലെ കുറേ പേർ BJPയുമായിട്ട് സഹകരിക്കുന്നതിൽ തെറ്റില്ല എന്ന നിലയിലേക്ക് പോയി. തൃശ്ശൂർ കോർപ്പറേഷനിലാണെങ്കിലും സമീപത്തുള്ള പഞ്ചായത്തുകളിലൊക്കെ ആണെങ്കിലും അവിടെയൊക്കെ ക്രിസ്ത്യൻ നാമധാരികളായ BJP സ്ഥാനാർത്ഥികൾ താമര അടയാളത്തിനും സ്വതന്ത്ര ചിഹ്നത്തിനും ഒക്കെ മത്സരിക്കുന്നുണ്ട്. അതെങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ അവിടെയും ഒരു നിശബ്ദമായ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ബിഷപ്പുമാർക്കാണെങ്കിലും അതല്ല വൈദികർക്കാണെങ്കിലും പഴയ പോലെ BJP എതിർക്കാൻ ഉത്സാഹമില്ല. പിന്നെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടികളോ അവരെ വെറുപ്പിക്കേണ്ട എന്ന് ഒരു പക്ഷേ വൈദിക നേതൃത്വവും വിചാരിക്കുന്നുണ്ടാവും. ഓക്കെ, വേറൊരു രണ്ട് വിഷയങ്ങൾ, അതായത് ഒന്ന്, ചെറിയ പാർട്ടികളുടെ ഭാവി എന്താകുമെന്ന് കൂടി ഈ തിരഞ്ഞെടുപ്പിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? പ്രത്യേകിച്ച് ഈ കേരള കോൺഗ്രസ്സുകൾ, നമ്മുടെ മാണി കോൺഗ്രസ് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ അവരുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും? അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ അവർക്ക് ചാഞ്ചാട്ടം ഉണ്ടാകുമോ? എന്താണ് അങ്ങ് കരുതുന്നത് ഈ വിഷയത്തിൽ? അല്ല, മാണി കോൺഗ്രസിനെ പറ്റി പറഞ്ഞതിന് മുമ്പ് നമ്മൾ തൃശ്ശൂർ ജില്ലയെ പറ്റി പറയുമ്പോൾ CPIക്ക് ഏറ്റവും പ്രാമുഖ്യമുള്ളൊരു ജില്ലയും കൂടിയാണ് തൃശ്ശൂർ. അതെ അതെ അതെ, CPIക്ക് ഏറ്റവും വോട്ട് ബേസുള്ള ഒരു ജില്ല തൃശ്ശൂരും മറ്റൊന്ന് കൊല്ലവുമാണ്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ CPI എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്. CPM CPI ഈ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഐക്യവും ഒരു ഒത്തൊരുമയും വളരെ പ്രധാനമാണ്. നമ്മൾ മാണി ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ മാണി അടക്കമുള്ള കേരള കോൺഗ്രസ്, അതിൽ പ്രധാനം ജോസ് മാണിയുടെ ഗ്രൂപ്പാണ്. അത് കഴിഞ്ഞാൽ പിന്നെ PJ ജോസഫിൻ്റെ പാർട്ടിയാണ്. PJ ജോസഫിൻ്റെ പാർട്ടി വലിയ ഒരു ക്രൈസിസിലാണ്. PJ ജോസഫിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പിന്നെ ആരായിരിക്കും അടുത്ത നേതാവ് എന്നുള്ള പ്രശ്നമുണ്ട്. അവർ കോട്ടയം ജില്ലയിലും ഇടുക്കി ജില്ലയിലും വലിയ ഒരു മുന്നേറ്റവും നടത്താൻ സാധ്യതയില്ല. കൂടുതൽ പ്രവർത്തകരുള്ളത് ജോസ് കെ മാണിയുടെ കൂടെ തന്നെയാണ്. അദ്ദേഹവും ഇടതുപക്ഷവുമായിട്ട് സഹകരിച്ചതുകൊണ്ട് ഈ പരമ്പരാഗത വോട്ട് ബേസ് പഴയ പോലെ അവർക്ക് ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയില്ല. പിന്നെ ഒരു പ്രശ്നം, KM മാണിക്കുണ്ടായിരുന്ന വലിയ നേതൃത്വപരമായിട്ടുള്ള കഴിവുകൾ ജോസ് കെ മാണിക്കില്ല എന്നുള്ളൊരു സത്യമാണ്. KM മാണി അല്ലല്ലോ ജോസ് കെ മാണി. ആ ഒരു പരാധീനതയുണ്ട്. പിന്നെ പക്ഷെ ഒരു കാര്യമുള്ളത്, CPMകാർ പരമാവധി ഇവരെ പരിലാളിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അവർക്ക് പരമാവധി അക്കോമഡേഷൻ കൊടുത്തിട്ടുണ്ട്. ജയസാധ്യതയുള്ള സീറ്റുകൾ അവർക്ക് മത്സരിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് CPMകാർ പ്രത്യേകിച്ച് ഒരു മടിയോ വൈഷമ്യമോ കാണിക്കുന്നില്ല. കാരണം അവർ ജയിക്കേണ്ടത് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ മാത്രമല്ല, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വളരെ പ്രധാനമാണ് ജോസ് കെ മാണിയെ സന്തോഷിപ്പിച്ച് നിർത്തേണ്ടത് എന്ന ബോധ്യം, എന്ന ഉത്തരവാദിത്തം CPM അണികൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് അത്ര വലിയ തട്ടുകേട് വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, മറ്റൊന്ന്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളതാണ്. അതിപ്പോൾ ആദ്യം നമ്മൾ കണ്ടപ്പോൾ ഒരുവിധം പൊരുതിക്കയറി വന്ന UDFന് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വലിയ പ്രഹരമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നത്. ഇപ്പോൾ കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചപ്പോൾ ആ നിമിഷം തന്നെ കോൺഗ്രസ് തീരുമാനമെടുത്തു പുറത്താക്കുവാൻ. അപ്പോൾ അവർ പറയുന്നത്, കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്, ഞങ്ങളിതാ ധീരമായ തീരുമാനമെടുത്തു, മറ്റ് പ്രധാനപ്പെട്ട എതിരാളിയായ CPM പക്ഷേ ഇത്തരത്തിലല്ലല്ലോ പ്രതികരിച്ചത്, അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ജനങ്ങളോട് കൃത്യമായി മറുപടി പറയാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. പക്ഷേ ജനങ്ങൾ എങ്ങനെയായിരിക്കും ഈ വിഷയത്തെ കാണുന്നത്? അതോ ഇത് ഒരു വിഷയമാവില്ല, ഇതിപ്പോൾ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഒരു വിഷയമായി ഒരു വിവാദം ഉയർത്തിക്കൊണ്ടുവന്നതായി അവർ കാണുമോ? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? ഇതിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ചാൽ ഇത് ലോക്കൽ ബോഡി ഇലക്ഷനാണ്. അതെ, ഇപ്പോൾ ചെങ്ങമനാട് പഞ്ചായത്ത് 16ാം വാർഡിൽ ഞാൻ വോട്ട് ചെയ്യുമ്പോൾ എൻ്റെ മുമ്പിലുള്ള വിഷയം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടമോ സ്വർണ്ണക്കൊള്ളയോ അല്ല. ഓക്കെ, എൻ്റെ ഡിവിഷനിൽ നിന്ന് ജയിക്കുന്ന, എൻ്റെ വാർഡിൽ നിന്ന് ജയിക്കുന്ന മെമ്പർ വനിതാ മെമ്പറാണ്. നമ്മുടെ ഇടവഴിയിലെ
ഈ സ്ട്രീറ്റ് ലൈറ്റ് കത്താതായാൽ അവരോട് പറഞ്ഞാൽ ഫലം ഉണ്ടാവുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഈ റോഡിൻ്റെ രണ്ട് ഭാഗത്തുള്ള പൊന്തക്കാടുകൾ വെട്ടാനായിട്ട് ഈ മെമ്പറുടെ സഹായം കിട്ടുമോ ഇല്ലയോ എന്ന് മാത്രമാണ് ഞാൻ സത്യസന്ധമായിട്ട് പറയാം. പറഞ്ഞ മനസ്സിലായില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം അവിടെ ഉണ്ട്, അത് രാഷ്ട്രീയ വിഷയമാണ്. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയും പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ആണവ നയവും വിദേശ നയവും വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ചെങ്ങമനാട് പഞ്ചായത്ത് 16 ഡിവിഷനിൽ ഞാൻ വോട്ട് ചെയ്യുമ്പോൾ എൻ്റെ മുമ്പിലുള്ള ചോദ്യം പൊന്തക്കാട് വെട്ടുമോ, ഞാൻ വഴി രാത്രി നടന്നു പോകുമ്പോൾ പാമ്പ് കടിക്കുമോ ഇല്ലയോ, അത് മാത്രമേ അവിടെ നമ്മൾ തീരുമാനിക്കുന്നുള്ളൂ. പക്ഷേ ജില്ലാ പഞ്ചായത്തിലേക്ക് വോട്ട് ചെയ്യുമ്പോൾ ഞാൻ ഒന്നുകൂടി ആലോചിക്കും. ജില്ലാ പഞ്ചായത്തിലേക്ക് ഞാൻ ചെയ്യുന്ന വോട്ട് രാഷ്ട്രീയമായിട്ടുള്ള വോട്ടാണ്. അപ്പോൾ രാഹുലിൻ്റെ വിഷയം ഉണ്ടാവും, സ്വർണ്ണക്കൊള്ളയുടെ വിഷയം ഉണ്ടാവും, വിലക്കയറ്റം ഉണ്ടാവും, വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതും വാട്ടർ ചാർജ് കൂട്ടിയതൊക്കെ എൻ്റെ മനസ്സിൽ കൂടി പോകും. അപ്പോൾ ഇങ്ങനെ ഒരേ സമയത്ത് നമ്മളുടെ തോട്ട് പ്രോസസ്സ് പലതാണ്. അപ്പോൾ ഇത് പിന്നെ പഞ്ചായത്തിലേക്ക് ജയിച്ചാൽ ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് മത്സരിക്കുന്ന ആൾ ഇന്നതാണ്, പ്രസിഡന്റ് ആവാൻ നിൽക്കുന്ന ആൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇന്ന ആളാണ്. അപ്പോൾ ഒരു നല്ല പ്രസിഡന്റ് ആരായിരിക്കും, ആര് പ്രസിഡന്റ് ആയാൽ കൂടുതൽ വോട്ടിക്കും, ആര് പ്രസിഡന്റ് ആയാൽ കുറവ് വോട്ടിക്കും എന്നൊരു ചിന്താഗതി നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അതുകൂടി ഈ തെരഞ്ഞെടുപ്പിന് ഒരു പരിധി വരെ നമ്മളെ സ്വാധീനിക്കും, അത്രേ ഉള്ളൂ. ഇത് എൻ്റെ മാത്രമല്ല, കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട വോട്ടർമാർ ഈ രീതിയിലേക്ക് ചിന്തിക്കുക എന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം പൊളിറ്റിക്കലായിട്ടൊരു വിഷയമാണ്. അത് ശരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഒരു പരിധി വരെ ബാധിക്കും, അതിനേക്കാൾ കൂടുതൽ ബാധിക്കാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിനാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ വിഷയമായിരിക്കും. പിണറായി വിജയൻ്റെ നവകേരള സദസ്സ് പോലെ, അല്ലെങ്കിൽ വിലക്കയറ്റം പോലെ, തൊഴിലില്ലായ്മ പോലെ, അതിനേക്കാൾ ഉപരി ഈ സ്വർണ്ണക്കൊള്ള പോലെയൊക്കെയുള്ള വിഷയങ്ങളുടെ കൂട്ടത്തിൽ രാഹുലിൻ്റെ വിഷയം, ഈവൻ ജമാഅത്തെ ഇസ്ലാമിയുടെ വിഷയമൊക്കെ വരും. അപ്പോൾ ഈ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളൊക്കെ ഇപ്പോൾ വോട്ട് പിടിക്കാൻ പോകുമ്പോഴും അവരുടെ അനൗൺസ്മെൻറ്റിലും ഒക്കെ തന്നെ ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ക്ഷേമ പെൻഷൻ്റെയും മറ്റ് കാര്യങ്ങളും ഒക്കെ തന്നെയാണ് അവർ ഉയർത്തിക്കാട്ടുന്നത്. അത് ശക്തമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് തോന്നുന്നു അല്ലേ സാർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ? തീർച്ചയായിട്ടും ഇനിയുള്ള കാലത്ത് അതൊക്കെ ആളുകൾ നോക്കുള്ളൂ. ഇവർ സ്വർണമോ വെള്ളിയോ മുത്തോ പവിഴമോ എന്തെങ്കിലും വോട്ടിക്കട്ടെ, നമുക്ക് റേഷൻ കാർഡുമായിട്ട് റേഷൻ കാർഡിൽ ചെന്നാൽ അരി കിട്ടുമോ എന്നുള്ളതാണ് ജനങ്ങളെ ബാധിക്കുന്ന വിഷയം. ഇപ്പോൾ ബീഹാറിലൊക്കെ എന്താ സംഭവിച്ചത്, മധ്യപ്രദേശിൽ എന്താ സംഭവിച്ചത്, ഇത് തന്നെയാണ് സംഭവിച്ചത്. സർക്കാരുകൾ അഴിമതിയൊക്കെ നടത്തും. എന്തിനാണ് ഈ പാവങ്ങൾ പാടുപെട്ട് ബുദ്ധിമുട്ടി തെരഞ്ഞെടുപ്പിന് മത്സരിച്ച് ജയിച്ച് അവിടെ വന്നിരിക്കുന്നത്, അവർക്ക് വല്ലതും കിട്ടണ്ടേ എന്ന ഒരു ചിന്താഗതിയാണ് ബഹുഭൂരിപക്ഷം വോട്ടർമാർക്കുള്ളത്. കൈലാസം നന്നാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ ആരും ഏകാദശി നോക്കുന്നത് എന്ന് ജനങ്ങൾ വിചാരിക്കുന്നു. മതേതരത്വം, ജനാധിപത്യം, സോഷ്യലിസം ഒക്കെ കേൾക്കാൻ നല്ല രസമുള്ള വാക്കുകളാണ്. പക്ഷേ ഇതൊക്കെ നമ്മുടെ ഈ കേരളം പോലൊരു സ്ഥലത്ത്, ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇതൊക്കെ പ്രാവർത്തികമാകാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ക്ഷേമ പെൻഷൻ തരുന്ന സർക്കാർ, വിധവാ പെൻഷൻ മുടങ്ങാൻ തരുന്ന സർക്കാർ, തൊഴിലില്ലായ്മ വേതനം കൃത്യമായിട്ട് തരുന്ന സർക്കാർ, ആ സർക്കാരിന് കൂട്ടിയാൽ ആൾക്കാർക്ക് താല്പര്യം. അതിപ്പോൾ ജനങ്ങളുടെ കൂട്ടല്ല, നമ്മുടെ വ്യവസ്ഥിതി അതായിപ്പോയി. അപ്പോൾ ഈ ചില കോൺഗ്രസ്സുകാരൊക്കെ ഞങ്ങൾ മാധ്യമപ്രവർത്തകരോടൊക്കെ ചോദിക്കാറുണ്ട്, വല്ല രക്ഷയുണ്ടോ കോൺഗ്രസ്സിന് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ കെ മുരളീധരൻ, രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ ഇവരൊക്കെ കോർപ്പറേഷനുകളുടെ ചുമതല അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ചുമതലയൊക്കെ ആയിട്ട് രംഗത്തുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അവർക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നുള്ള ഒരു സൂചനയാണോ കിട്ടുന്നത്? പ്രതീക്ഷയ്ക്ക് വക ഉണ്ടാകണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഞാൻ അത്ര ശുഭാപ്തി വിശ്വാസി അല്ല ഈ കാര്യത്തിൽ. വേറൊരു വിഷയം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി വന്നതിന് ശേഷം തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നു. ഇനി തൊട്ടടുത്ത് തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പുമുണ്ട്. അങ്ങ് മുൻപ് പറഞ്ഞൊരു വാക്ക് തന്നെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഈ ഒരു ഡ്രസ് റിഹേഴ്സൽ, ഒരു ഫൈനൽ മുമ്പുള്ള ഡ്രസ് റിഹേഴ്സൽ തന്നെയാണിത്. അതുപോലെ നിർണായകം തന്നെയാണ് ഇത് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആശയം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി പരമ്പരാഗത BJP പ്രവർത്തകർക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ഇപ്പോഴും സംശയമാണെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സിനെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ നാടിൻ്റെ വികസനത്തെക്കുറിച്ചും IT തൊഴിൽ സാധ്യതയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു പോകുമ്പോൾ അദ്ദേഹം രാഷ്ട്രീയം പറയുന്നില്ല, എതിരാളികൾക്കെതിരെ ആഞ്ഞടിക്കുന്നില്ല എന്നൊരു പരാതി സാധാരണക്കാരായ BJP പ്രവർത്തകർക്കുണ്ട്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ ഇത് ഒരു ചലനം സൃഷ്ടിക്കാൻ സാധിക്കുമോ രാജീവ് ചന്ദ്രശേഖറിന്? രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഒരു 24/7 രാഷ്ട്രീയക്കാരനല്ലല്ലോ. അദ്ദേഹം ഒരു ബിസിനസ്സുകാരൻ രാഷ്ട്രീയത്തിൽ വന്നു, ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ കേരളത്തിലേക്ക് അയച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്തവണത്തെ ഒരു പ്രത്യേകത, BJP ഒരുപാട് ഡിവിഷനുകൾ മത്സരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ ചിഹ്നത്തിൽ മത്സരിപ്പിക്കുന്ന BJP-യാണ്. ഇപ്പോൾ ആലുവ മുനിസിപ്പാലിറ്റിയുടെ കാര്യം ഞാൻ കഴിഞ്ഞോടെ പറഞ്ഞു. ആലുവ മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ്സുകാർ 26 ഡിവിഷനിലും കൈപ്പത്തിയിലും മത്സരിക്കും.
CPM ഒരു ഡിവിഷനിൽ മാത്രം കൈപ്പത്തിയിൽ മത്സരിക്കുന്നു. CPI 2 സ്ഥലത്ത്, CPM ഒരു ഡിവിഷനിൽ മാത്രം ചിഹ്നത്തിൽ മത്സരിക്കുന്നു. അതെ, CPI 2 ഡിവിഷനിൽ ചിഹ്നത്തിൽ മത്സരിക്കുന്നു. ബാക്കി എല്ലായിടത്തും സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. പക്ഷേ BJP, ഞാൻ പറയാൻ വന്നത്, ഏതാണ്ട് 26 ഡിവിഷനിലും ആ താമര അടയാളത്തിന് മത്സരിക്കുന്നു. അപ്പോൾ വോട്ടിൻ്റെ കണക്കെടുക്കുമ്പോൾ, അഖില കേരള അടിസ്ഥാനത്തിൽ വോട്ടിൻ്റെ കണക്ക്, ചിഹ്നത്തിൽ പതിഞ്ഞ വോട്ടിൻ്റെ കണക്കെടുക്കുമ്പോൾ ഈ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെ തൊട്ട് പുറകിൽ BJP ഉണ്ടാവും. BJPയുടെ വോട്ട് ഷെയർ വർദ്ധിക്കും. നമ്മളിത് കണക്കോട്ട് കാണും. പിന്നെ അത് എത്ര സീറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. അതാണ് ശരിക്കുള്ള ചോദ്യം. അതെ 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 കാരണം കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് ഈ ഔദ്യോഗിക കണക്കനുസരിച്ച് 15.02% NDAക്ക്, BJP അല്ല NDAയുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ. അതെ, LDF-ന് 40.18%, UDF-ന് 37.9% വോട്ടാണ് കിട്ടിയത്. അപ്പോൾ അതിലൊരു ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ LDF-ന് അല്ല UDF NDAക്ക് ഒരു പരിധി, ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചേക്കും എന്നാണോ? അതെ, അവർക്ക് നമ്പറിൽ വർധനവ് കാണിക്കാൻ പറ്റും. പിന്നെ സംസ്ഥാനത്ത് പൊതുവേ ഉള്ളൊരു അന്തരീക്ഷം, UDF ആണെങ്കിൽ ഈ ഗർഭക്കേസിലും മറ്റവരാണെങ്കിൽ സ്വർണ്ണ കേസിലും പെട്ടിരിക്കുകയാണ് LDF ആണെങ്കിൽ. അതെ, അപ്പോൾ ഇത് രണ്ടും കൊണ്ടും മനസ്സ് മടുത്ത ആളുകൾ. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രശ്നം കൂടി ഉണ്ട് മറുഭാഗത്ത്. അപ്പോൾ അതുകൂടി വരുമ്പോൾ ഒരു പക്ഷേ കോൺഗ്രസിൽ നിന്ന് പിന്നെയും ശോഷണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ശോഷണം നല്ലൊരു ശതമാനം വരെ NDAക്ക് ഗുണം ചെയ്തേക്കാം. ഒരു ഗണ്യമായ ഭാഗത്തിൽ BJPക്ക് വോട്ടിൻ്റെ കാര്യത്തിൽ BJPക്ക് ഗുണം ചെയ്യും. പക്ഷേ നമ്പറിൻ്റെ കാര്യത്തിൽ, സീറ്റുകളുടെ കാര്യത്തിൽ LDF-ന് ഗുണം ചെയ്യും. LDF-ന് കിട്ടിയ വോട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഓക്കെ പുതുതായിട്ട് പിടിക്കണ്ട. മനസ്സിലായി. എന്തായാലും വളരെ സമഗ്രമായൊരു വിലയിരുത്തലാണ് അങ്ങ് നടത്തിയത് 2 എപ്പിസോഡുകളിലായി. പൊതുവിൽ സൂചിപ്പിച്ച ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ LDF-ന് മേൽക്കൈ, UDF-ന് കടുത്തുറ്റ വെല്ലുവിളിയായിരിക്കും ഈ തിരഞ്ഞെടുപ്പ്. NDA സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന വോട്ട് കൂടും, പക്ഷേ അത് എത്രത്തോളം സീറ്റിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യം സംശയമാണ്, അല്ലേ സാർ? അത് തന്നെ. ഓക്കെ, വളരെയധികം നന്ദി സാർ ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.